ജിൻഡോ ജോൺ ഇവിടെ ഇപ്പോൾ BJP ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള വിമർശനം ഉണ്ടാവുന്നുണ്ട് സ്വാഭാവികമായും. അതുകൊണ്ട് അത് എൻ്റെ വായിലൂടെ വേണ്ട, അങ്ങനെ എന്നെ കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സർക്കാർ നിങ്ങളുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ വായിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചായിരിക്കുമെന്നാണ് അവരുടെ ഊഹമാണ് കേട്ടോ. കാരണം എന്താണെന്ന് ഇപ്പോൾ ഗവർണർ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ നയപ്രഖ്യാപന പ്രസംഗങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ, അതായത് കേന്ദ്രവും സംസ്ഥാനവും വ്യത്യസ്ത ഭരണകൂടങ്ങളാണ് ഭരിക്കുന്നത് എങ്കിൽ വിമർശനം ഉണ്ടാകാറുണ്ട്. ഈ നയപ്രഖ്യാപനത്തിലെ വിമർശനം അത്ര രൂക്ഷമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നില്ല. വളരെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലഘുവായ വാചകങ്ങളിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പോലും. അങ്ങനെ കേന്ദ്രത്തെക്കുറിച്ചൊരു വാചകം പറയാനുള്ള മടി കൊണ്ടാണ് ഗവർണർ മിണ്ടാതിരുന്നത്, അല്ലെങ്കിൽ ഗവർണർ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല അഭിലാഷേ. അത് എങ്ങനെയാണ് അങ്ങനെ കരുതാൻ പറ്റും? ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ ഇവിടെ സംസാരിച്ചില്ലേ, ഗവർണർക്കെതിരെ നിരന്തരം SFIക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പ്രശ്നങ്ങളുണ്ടാക്കുന്നു, SFIക്കാർ പ്രതിഷേധിക്കുന്നു, CPM അതിരൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതൊക്കെ അതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഗവർണർ ഇങ്ങനെ ചെയ്തതെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഗവർണർ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആള് പ്രതിഷേധം അറിയിക്കാൻ അദ്ദേഹം നിരന്തരം ചാനലുകൾക്ക് മുമ്പിൽ വന്ന് ബൈറ്റ് കൊടുക്കുന്നുണ്ട്, പത്രക്കുറിപ്പ് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പ്രതിഷേധം അറിയിക്കാനായിട്ട് നയപ്രഖ്യാപന പ്രസംഗമായിരുന്നോ, ആ വേദിയായിരുന്നോ തിരഞ്ഞെടുക്കേണ്ടിരുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് ചെയ്തത് ഒരു പക്വതയില്ലാത്ത നിലപാടായിരുന്നു. രണ്ടാമത് BJP പ്രതിനിധി പറഞ്ഞത് രാഷ്ട്രീയ പ്രസംഗം കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു, മുൻപ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കിയെന്ന്. ഇതേ ഗവർണർ തന്നെ ഇതിനു മുമ്പ് ഇദ്ദേഹം ഇവിടെ ചാർജ് എടുത്ത കാലം മുതൽ ഇദ്ദേഹത്തിനെതിരെ ആദ്യഘട്ടത്തിൽ ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങളാണ് ഈ ഗവർണർക്കെതിരെ ആദ്യം രംഗത്ത് വന്നത്. അന്ന് പ്രതിപക്ഷം ഗവർണർക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ആ പ്രമേയത്തെ ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അഭിമാനം പൂണ്ടതാരാ? AK ബാലൻ എന്ന് പറഞ്ഞ CPMന്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ്. 2020 ജനുവരി 29 അത് കഴിഞ്ഞ് ഗവർണറും സർക്കാരും തമ്മിൽ പോരുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ഞങ്ങൾ പ്രതിപക്ഷം വരുത്തി തീർക്കാൻ നോക്കുന്നുവെന്ന്. ഏത് ഗവർണറും സർക്കാരും തമ്മിൽ പോരുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമത്തെ സർക്കാരും ഗവർണറും കൂടി പൊളിച്ചടക്കിയെന്ന് ഇതേ AK ബാലൻ തന്നെ 2022 ഫെബ്രുവരി 18 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായിട്ട് പ്രതിപക്ഷം ഗവർണർക്കെതിരെയും സർക്കാരിനെതിരെയും ഇവരുടെ കൂട്ടുകച്ചവടത്തിനെതിരെയും പ്രതിഷേധിക്കുമ്പോൾ, പ്രതിരോധം ഉയർത്തുമ്പോഴൊക്കെ ഈ ഗവർണറെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരും ഗവർണറും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ബായി ആണെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്നത് CPM ആണ്. പിന്നെ എന്തിന്റെ പേരിലാണ് ഇന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കിക്കൊണ്ട് കടന്നുപോയത്? എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് കുറെ കൂടി വ്യക്തമായിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞാൽ കുറെ കൂടി നമുക്ക് മനസ്സിലാകും. ഇനി ഇതേ ഗവർണർ ഈ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് മൈ ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ എത്രത്തോളം ആക്ഷേപിച്ചിട്ടുണ്ട് ഈ ഗവർണർ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ എത്തരത്തിലുള്ള നിലപാടാണ് ഗവർണർ എടുത്തത്? ഗവർണറെ പിന്തുണയ്ക്കുന്ന നിലപാട് CPM എടുത്തു. ഗവർണറും CPMും കൂടി ഗോപിനാഥ് രവീന്ദ്രനെ നിശ്ചയിച്ചതിന് ശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബെഞ്ച് ഓഫ് തോട്ട്സ് RSSന്റെ ചിന്താധാര പഠിപ്പിക്കാനായിട്ട് അവിടെ തീരുമാനിച്ചില്ലേ? അപ്പോൾ സംഘവൽക്കരണവും സഖാവുവൽക്കരണവും ഒക്കെ ഒന്നിച്ച് നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ തമ്മിൽ തെറ്റാനുള്ള രാഷ്ട്രീയ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. അതൊന്ന് പറഞ്ഞു തന്നാൽ കുറെ കൂടി വ്യക്തമാകും. ശരി, ഓക്കെ. അതാണ്